അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി നമ്മളെ മക്കളെ അള്ളാഹു മാറ്റട്ടെ. മക്കളില്ലാത്തവർക്ക് അള്ളാഹു സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കട്ടെ. പരീക്ഷ എഴുതിയ മക്കൾക്കൊക്കെ ഉന്നത വിജയം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നല്ല മാർക്കോടെ പാസ്സാകാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പ്രിയമുള്ള രക്ഷിതാക്കളെ, നമ്മളെ മക്കളുടെ സ്കൂളുകളിലെ കോളേജുകളിലെ പരീക്ഷകളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. SLC പരീക്ഷ കഴിഞ്ഞു. 1, 2, 3, 4, 5, 6, 7, 8, 9 ക്ലാസ്സുകളിലെ പരീക്ഷകൾ കഴിഞ്ഞു. മറ്റുള്ള പരീക്ഷകളും അവസാനിച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ നമ്മളെ മക്കളുടെ റിസൾട്ട് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. SLC പരീക്ഷ എഴുതിയ മക്കളുടെ രക്ഷിതാക്കള് ഫുൾ A+ വേണ്ടി പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റുള്ള ക്ലാസ്സുകളിലേക്ക് വിജയിക്കാൻ വേണ്ടി നമ്മളൊക്കെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ മക്കളുടെ ഉന്നത വിജയത്തിന് വേണ്ടി, നല്ല മാർക്കോടെ നമ്മളെ മക്കള് പാസ്സാകാൻ വേണ്ടി ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മളെ വീടുകളിൽ വെച്ച് രക്ഷിതാക്കൾ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ദിക്റുകൾ ഞാൻ പറഞ്ഞു തരാം. എല്ലാവരും ആത്മാർത്ഥമായി ഈ ദിക്റുകൾ ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നിങ്ങളെ മക്കൾക്ക് നല്ല മാർക്കോടെ പാസ്സാകാൻ അള്ളാഹു തൗഫീക്ക് നൽകും. അതിൽ യാതൊരുവിധ സംശയം വേണ്ട. ഒന്നാമത് രക്ഷിതാക്കൾ വീട്ടിൽ വെച്ച് ചൊല്ലേണ്ടത് യാ അലിയു യാ അലീമു യാ അല്ലാ. അള്ളാഹുവിന്റെ 2 ഇസ്മുകളാണ്. യാ അലിയു യാ അലീമു യാ അല്ലാ. അങ്ങനെ യാ അലിയു യാ അലീമു യാ അല്ലാ, യാ അലിയു യാ അലീമു യാ അല്ലാ. ഇത് നിസ്കാരങ്ങൾക്ക് ശേഷം 100 പ്രാവശ്യം ചൊല്ലുക. നിങ്ങളെ മക്കൾക്ക് നല്ല റിസൾട്ടോടെ പാസ്സാകാനുള്ള തൗഫീഖ് ഉണ്ടാകും. നിങ്ങൾക്ക് ഈ ഇസ്മു ചൊല്ലിയതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്ന് ധാരാളം പ്രതിഫലവും ലഭിക്കും. അതോടൊപ്പം തന്നെ യാ ഫത്താഹു യാ അല്ലാ, യാ ഫത്താഹു യാ അല്ലാ എന്ന ഇസ്മു കൂടെ ചൊല്ലുക. അതോടൊപ്പം തന്നെ സൂറത്തുൽ ഫാത്തിഹ ധാരാളം പാരായണം ചെയ്യുക. ഇതൊക്കെ ചെയ്തതിന് ശേഷം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അള്ളാഹുവെ, ഞാൻ ചൊല്ലിയ യാ അലിയു യാ അലീമു എന്ന ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട്, യാ ഫത്താഹ് എന്ന ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട്, സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് മക്കൾക്ക് നല്ല വിജയം നൽകണേ റഹ്മാനെ. ഉന്നതമായ മാർക്കോടെ പാസ്സാകാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ. SSLC പരീക്ഷയിൽ ഫുൾ A+ നൽകണേ അല്ലാ. ഇങ്ങനെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. മാർക്കിന് വേണ്ടി മാത്രം ദുആ ചെയ്താൽ പോരാ, മക്കളുടെ ആത്മീയമായ പുരോഗമനത്തിന് വേണ്ടി ദുആ ചെയ്യുക. മക്കള് സ്വാലിഹീങ്ങളാകാൻ വേണ്ടി, മക്കള് 5 വക്ത് കൃത്യമായി നിസ്കരിക്കാൻ വേണ്ടി, മക്കളെ സ്വഭാവം നന്നാവാൻ വേണ്ടി, മക്കള് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി, അതോടൊപ്പം തന്നെ മദ്രസയിലൊക്കെ നല്ല രൂപത്തിൽ പഠിക്കാൻ വേണ്ടിയും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. വെറും ഭൗതികമായ കാര്യത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യരുതേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മളെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. പടച്ച റബ്ബിനെ പേടിയുള്ള മക്കളാക്കി തരട്ടെ. 5 വക്ത് കൃത്യമായി നിസ്കരിക്കാൻ ഞങ്ങൾ മക്കൾക്ക് മനസ്സ് നൽകണേ റഹ്മാനെ. ഖുർആൻ ഓതാനുള്ള മനസ്സ് ഞങ്ങളെ മക്കൾക്ക് നൽകണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ റഹ്മാനെ. മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ റഹ്മാനെ. മക്കൾക്ക് മാതാപിതാക്കളെ, കുടുംബങ്ങളെ സ്നേഹിക്കാനുള്ള മനസ്സ് നൽകണേ റഹ്മാനെ. മുത്തുനബിയെ സ്നേഹിക്കുന്ന മക്കളാക്കണേ അല്ലാ. മഹദി മഹാന്മാരെ സ്നേഹിക്കുന്ന മക്കളാക്കണേ അല്ലാ. വലിയവരെ ബഹുമാനിക്കുന്ന, ചെറിയവരെ സ്നേഹിക്കുന്ന മക്കളാക്കണേ അല്ലാ.